നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. ഒളകര ആദിവാസി ഊരിലെ ഭൂപ്രശ്നത്തിന് പരിഹാരം കാണാൻ നടപടിയെടുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ശബരിമല റോപ്പ് വേ പദ്ധതിക്കായി വനഭൂമിക്ക് പകരം റവന്യൂ ഭൂമി നൽകുന്നതിനുള്ള ഉത്തരവ് പുറത്തിറക്കി. പരാതി പരിഹാരത്തിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് തലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുന്നു. തൃശൂർ ജില്ലയിലെ വനഭൂമി പട്ടയങ്ങൾക്ക് കേന്ദ്ര അനുമതി ലഭ്യമാക്കുന്നതിനുള്ള നടപടി വേഗത്തിലാക്കുമെന്ന് മന്ത്രി കെ രാജൻ. സ്പെഷ്യൽ സമ്മറി റിവിഷൻ തുടങ്ങി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. മണ്ണുത്തി ഒളകര ആദിവാസി ഊരിൽ താമസിക്കുന്നവരുടെ ഭൂപ്രശ്നത്തിന് പരിഹാരം കാണാൻ നിയമപരമായ എല്ലാ ഇടപെടലുകളും സർക്കാർ നടത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വനഭൂമിയിൽ ആദിവാസികൾക്ക് പട്ടയം അനുവദിക്കുന്നതിനെ തടഞ്ഞുകൊണ്ടുള്ള കോടതി ഉത്തരവ് ഒഴിവാക്കുന്നതിന് ആവശ്യമെങ്കിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഒളകര നിവാസികളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് തങ്ങൾ ജീവിക്കുന്ന ഭൂമിയുടെ അവകാശം ലഭിക്കുക എന്നത്. വനം വകുപ്പിന്റെ ചട്ടങ്ങളും നിലപാടുകളുമാണ് പതിറ്റാണ്ടുകളായുള്ള ആദിവാസി ജനവിഭാഗങ്ങളുടെ ആവശ്യത്തിന് തടസ്സം. നിവാസികളുടെയും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ഭൂമി അളന്ന് തിരിച്ച് 1.5 ഏക്കർ വിസ്തൃതിയുള്ള സ്ഥലം തിട്ടപ്പെടുത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംസ്ഥാനതല സമിതിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അവിടെ വനം വകുപ്പ് എതിർപ്പറിയിച്ചു. ഇതിനിടയിൽ വൺ എർത്ത് വൺ ലൈൻ എന്ന സംഘടന ഭൂമി വിതരണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ നേടുകയും ചെയ്തു. സ്റ്റേ വെക്കേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഇടപെടലാണ് ഇപ്പോൾ സർക്കാരും റവന്യൂ വകുപ്പും നടത്തുന്നത്. സ്റ്റേ ഒഴിവാക്കി കിട്ടിയാൽ ഒട്ടും വൈകാതെ പട്ടയ വിതരണത്തിനുള്ള നടപടിയും വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഫോറസ്റ്റ് സ്റ്റേഷൻ മുതൽ ഒളകര ഊരിലേക്കുള്ള റോഡ് പുനർനിർമ്മിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി ആദിവാസികൾക്ക് ഉറപ്പു നൽകി. ശബരിമല റോപ്പ് വേ പദ്ധതിക്കായി ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം റവന്യൂ ഭൂമി നൽകുന്നതിനുള്ള ഉത്തരവ് പുറത്തിറക്കി സർക്കാർ. ഭൂമി വനവൽക്കരണത്തിനായി കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് റവന്യൂ മന്ത്രി കെ രാജൻ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ സാന്നിധ്യത്തിൽ കൈമാറി. പദ്ധതിക്കായി 4.5336 ഹെക്ടർ വനഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. ഇതിനു ബദലായി കൊല്ലം ജില്ലയിലെ ശെന്തരുണി വൈൽഡ് ലൈഫ് ഡിവിഷന്റെ കീഴിലുള്ള കട്ടിലപ്പാറ സെറ്റിൽമെന്റിൽ ഭൂമിയാണ് കണ്ടെത്തിയത്. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശ പ്രകാരം പരിഹാര വനവൽക്കരണത്തിനായാണ് ഭൂമി വനം വകുപ്പിന് കൈമാറിയത്. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി താലൂക്ക് തലത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്ത് സംഘടിപ്പിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. 2024 ഡിസംബർ 2025 ജനുവരി മാസങ്ങളിലായാണ് അദാലത്ത് സംഘടിപ്പിക്കുക. കളക്ട്രേറ്റിലെയും ബന്ധപ്പെട്ട താലൂക്കിലെയും പരാതിയുമായി ബന്ധപ്പെട്ട വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാകും അദാലത്ത് നടത്തുക. അദാലത്തുകളുടെ നടത്തിപ്പ്, സംഘാടനം എന്നിവയ്ക്ക് ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തി. തൃശൂർ ജില്ലയിലെ വനഭൂമി പട്ടയ വിഷയത്തിൽ അനുമതി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി കെ രാജൻ. കളക്ട്രേറ്റിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വനം റവന്യൂ സംയുക്ത പരിശോധനാ റിപ്പോർട്ട് സംബന്ധിച്ച എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി പരിവേഷ് പോർട്ടൽ വഴി കേന്ദ്രത്തിന് സമർപ്പിക്കുന്നത് സമയബന്ധിതമാക്കും. ഓരോ ജില്ലകളിലെയും അപേക്ഷകൾ ഒരുമിച്ച് മാത്രമേ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാവൂ എന്ന നിബന്ധന പുനഃപരിശോധിക്കാനുള്ള ഇടപെടൽ നടത്തും. ഡിസംബറിന് മുമ്പേ ശേഷിക്കുന്ന 3542 അപേക്ഷകളും കേന്ദ്ര അനുമതിക്ക് അയക്കാനുള്ള നടപടികൾക്ക് സമയക്രമം തയ്യാറാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. 9366 അപേക്ഷകൾ ഇതിനകം പോർട്ടലിലൂടെ സമർപ്പിച്ചിരുന്നു. അനുമതി വേഗത്തിൽ ലഭ്യമാക്കാൻ കേന്ദ്രമന്ത്രിയെ വീണ്ടും കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര അനുമതി ഉറപ്പാക്കിയ 261 അപേക്ഷകളിൽ പട്ടയം വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി പൂർത്തീകരിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. കണയന്നൂർ താലൂക്ക് ഓഫീസ് മാറ്റം MLA ഫണ്ടിൽ നിന്നും 1 കോടി രൂപ വിനിയോഗിക്കും. കണയന്നൂർ താലൂക്ക് ഓഫീസ്
നിലവിലുള്ള പൈതൃക സമുച്ചയത്തിൽ നിന്നും മാറ്റി പ്രവർത്തിപ്പിക്കുന്നതിന് MLA ഫണ്ടിൽ നിന്നും 1 കോടി രൂപ വിനിയോഗിക്കുമെന്ന് TJ വിനോദ് MLA പറഞ്ഞു. താലൂക്ക് ഓഫീസ് മാറ്റി സ്ഥാപിക്കുന്നതിനായി ദർബാർ ഹാൾ റോഡിൽ എയർ ഇന്ത്യയിൽ നിന്ന് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത കെട്ടിടത്തിന്റെ തൽസ്ഥിതി വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ NSK ഉമേഷിനൊപ്പം സന്ദർശനം നടത്തുകയായിരുന്നു അദ്ദേഹം. തിരക്കേറിയ കണയന്നൂർ താലൂക്ക് ഓഫീസ് നിലവിൽ പാർക്ക് അവന്യൂ റോഡിൽ 150 വർഷത്തിലേറെ പഴക്കമുള്ള കൊച്ചി രാജാവിന്റെ സെക്രട്ടേറിയറ്റായി പ്രവർത്തിച്ചിരുന്ന പൈതൃക മന്ദിരത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. പൈതൃക പദവി ഉള്ളതിനാൽ ഈ കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണി നടത്താനും ജീവനക്കാർക്കും ഓഫീസിൽ വരുന്ന പൊതുജനങ്ങൾക്കും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് എയർ ഇന്ത്യയിൽ നിന്ന് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത കെട്ടിടത്തിലേക്ക് കണയന്നൂർ താലൂക്ക് ഓഫീസ് മാറ്റാൻ തീരുമാനമെടുക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിന്റെ അക്ഷരം പദ്ധതി സാമൂഹ്യ പഠന മുറികൾ ജില്ലാ കളക്ടർ സന്ദർശിച്ചു. പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിലുള്ള സാമൂഹ്യ പഠന മുറികളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന അക്ഷരം പദ്ധതിയുടെ ഭാഗമായി പാങ്കാവ്, വാലിപ്പാറ, ചോന്നാമ്പാറ എന്നിവിടങ്ങളിലെ സാമൂഹ്യ പഠന മുറികൾ ജില്ലാ കളക്ടർ അനുകുമാരി സന്ദർശിച്ചു. പാങ്കാവ്, വാലിപ്പാറ എന്നീ പഠനമുറികളിലെ കുട്ടികളുടെ ആവശ്യപ്രകാരം സമാഹരിച്ച പുസ്തകങ്ങൾ ജില്ലാ കളക്ടർ വിതരണം ചെയ്തു. പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുവാനും വിദ്യാർത്ഥികൾക്ക് പാഠ്യവിഷയങ്ങളിൽ താൽപര്യം വർദ്ധിപ്പിക്കാനും സഹായകരമാകുന്ന പദ്ധതിയാണ് പ്രോജക്റ്റ് അക്ഷരം. ബുക്കസ്തകം പബ്ലിക്കേഷൻസ് ആണ് ജില്ലാ ഭരണകൂടത്തിനു വേണ്ടി പുസ്തകങ്ങൾ സമാഹരിച്ചത്. പഠനമുറികളിലെ കുട്ടികളും പട്ടികവർഗ വികസന വകുപ്പ് പ്രൊമോട്ടർമാരും ഫെസിലിറ്റേറ്റർമാരും ജില്ലാ കളക്ടറുമായി സംവദിച്ചു. അവർക്കാവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. സ്പെഷ്യൽ സമ്മറി റിവിഷൻ തുടങ്ങി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. സ്പെഷ്യൽ സമ്മറി റിവിഷൻ 2025 ക്യാമ്പയിൻ നവംബർ 16 റവന്യൂ വകുപ്പിന്റെ താലൂക്ക്, വില്ലേജ് തലത്തിൽ തുടങ്ങി. നവംബർ 17, 24 എന്നീ ദിവസങ്ങളിലും താലൂക്ക്, വില്ലേജ് തലത്തിൽ സംഘടിപ്പിക്കുന്നു. 17 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് മുൻകൂറായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യവും, കൂടാതെ 2025 ജനുവരി 1 18 വയസ്സ് പൂർത്തീകരിക്കുന്നവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാനുള്ള സൗകര്യവും താലൂക്ക്, വില്ലേജ് ഓഫീസുകളിൽ ഒരുക്കിയിട്ടുണ്ട്. താലൂക്ക്, വില്ലേജ് തലത്തിലുള്ള സ്പെഷ്യൽ ക്യാമ്പയിനിൽ എല്ലാ വോട്ടർമാർക്കും ആവശ്യമെങ്കിൽ വോട്ടർ പട്ടിക പരിശോധിക്കാവുന്നതാണ്. കൂടാതെ പരിശോധനയിൽ ആരെയെങ്കിലും ഒഴിവാക്കപ്പെട്ടതായി കണ്ടാൽ പ്രസ്തുത വോട്ടർമാരെ അവർ അർഹരാണെങ്കിൽ വീണ്ടും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് ഫോറം 6 അപേക്ഷ സമർപ്പിക്കുന്നതിനു വേണ്ട സഹായം ലഭിക്കുന്നതാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തുന്നതിനും ഒഴിവാക്കുന്നതിനും CEO വെബ്സൈറ്റ്, വോട്ടർ ഹെൽപ്പ് ആപ്പ്, നാഷണൽ വോട്ടർ സർവീസ് പോർട്ടൽ എന്നിവ പ്രയോജനപ്പെടുത്താവുന്നതാണ്. സ്പെഷ്യൽ സമ്മറി റിവിഷൻ 2025 നവംബർ 28 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതും അന്തിമ വോട്ടർ പട്ടിക 2025 ജനുവരി 6 പ്രസിദ്ധീകരിക്കുന്നതുമാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ, അതിനോട് ചേർന്ന തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.